ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ വെള്ളർടയിൽ പ്രജിത്ത് എന്ന് പറയുന്ന സഹോദരൻ്റെ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. നമുക്കറിയാം, അവരുടെ ആ വാർത്തയിൽ നമ്മൾ കേട്ടതാണ്, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നപ്പെട്ട വ്യക്തിയാണ്. അവൻ നന്നായിട്ട് ദൈവവചനം ശുശ്രൂഷിക്കുന്നു, വർഷിപ്പ് നടത്തുന്ന, പാട്ട് പാടും എന്നൊക്കെ പറയുന്ന അവരുടെ അമ്മ പറയുന്നതാകുന്ന കാര്യം നമ്മൾ കേട്ടതാണ്. എന്നാൽ ചൈനയിൽ പഠിത്തം കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ഈ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ, സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും സിനിമ ആക്ടറാകാൻ വേണ്ടിയുള്ള പഠനത്തിന് വന്നതിന് ശേഷമാണ് ഈ പൈതലിൻ്റെ ജീവിതത്തിന് അതിങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചെന്ന് അത് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ സംഭവിച്ചത് നമുക്കറിയാം. സിനിമാ ഫീൽഡിൽ നമുക്കറിയാം, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ആദ്യമേ അവന് ചെയ്യേണ്ട കാര്യം പൂജാകർമ്മങ്ങൾ. അതിന് ഇത്ര ദിവസത്തെ പൂജയുണ്ട്. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത്ര ദിവസത്തെ പൂജയുണ്ട്. ആ പൂജയിൽ അതിനകത്ത് ഒരുപാട് മന്ത്രങ്ങളുണ്ട്. വശീകരണ മന്ത്രങ്ങൾ എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. ആ വശീകരണ മന്ത്രത്തിൽ കൂടിയാണ് പലരെയും ഈ സിനിമയിൽ അട്രാക്റ്റ് ചെയ്യുന്നത്. അതായത് കാണിക്കാൻ, അതിനെ മനുഷ്യ ഹൃദയത്തിലേക്ക് വശീകരണം ഉണ്ടാകുന്നത്. ആ പൂജയാണ് ഏറ്റവും കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന് കണ്ണ് പറിക്കരുത്. ഏത് ചീത്ത സിനിമ ആയാലും ചില നല്ല സിനിമ ആയാലും കൊള്ളാം, ഈ സിനിമ അവസാന നിമിഷം വരെയും കാണുന്ന സമയം വരെയും നമുക്കതിൽ നിന്ന് പിന്മാറുവാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം നമ്മളെ അതിനകത്ത് വശീകരിച്ച് നിർത്തുന്ന ഒരു വശീകരണ മന്ത്രം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ഇത് പഠിക്കാൻ പോകുമ്പോൾ പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. പല വാർത്തയിലും ഇതിനകത്ത് വന്നിട്ടുണ്ട്. നഖവും മുടിയൊക്കെ ഉപയോഗിക്കുന്ന എന്തിനാ, ദുർമന്ത്രവാദത്തിൽ നഖവും മുടി എന്തിനാ ഉപയോഗിക്കുന്നതെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഇതൊന്നും അറിയാൻ വയ്യാത്തവർക്ക് ഇതിൻ്റെ വ്യക്തമായൊരു രൂപരേഖ കിട്ടത്തില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിലൊരു ക്ഷേത്രമുണ്ട്, കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിനകത്ത് നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ പണ്ട് കാലഘട്ടങ്ങളിൽ അവിടുത്തെ ദേവിക്ക് പ്രസാദം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പൂരപ്പാട്ട് വേണം. എന്താണ് പൂരപ്പാട്ട്? പൂരപ്പാട്ടെന്ന് പറഞ്ഞാൽ പൊളിച്ച തെറിയുടെ പാട്ടാണ്. പൊളിച്ച തെറി പാട്ടാണ് രണ്ടുപേരിൽ നിന്ന് പാടുന്നത്. രണ്ടുപേരിൽ നിന്ന് പാടി ഈ പൊളിച്ച തെറിയുടെ മനുഷ്യൻ പോലും കേൾക്കാത്ത തെറി പറഞ്ഞ് പാട്ട് പാടുമ്പോഴാണ് അവരുടെ ദേവി പ്രസാദിക്കുന്നത് എന്നാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മനുഷ്യനായുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അത് വിഹീനമല്ലാത്ത ഒരു വൃത്തിഹീനമാകുന്ന വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പാട്ടുകൾ ഇന്ന് പല പിതാക്കന്മാർക്കും അറിയാം, അവിടെ പോയിട്ടുള്ളവർ കണ്ട്. അപ്പോൾ അവിടുത്തെ ദേവിയെ പ്രസാദിപ്പിക്കണമെങ്കിൽ പൂരപ്പാട്ട് പാടണം. ആ ഭരണി നാളിലെ ഉത്സവം നടക്കുന്ന സമയത്ത് പൂരപ്പാട്ട് പാടിയാൽ മാത്രമേ ദേവി പ്രസാദിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് സർക്കാർ അനുവദിച്ച് അതിന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ചില വ്യക്തികളൊക്കെ അത് രഹസ്യമായി പാടുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദേവിക്ക് പ്രസാദം വരണമെങ്കിൽ പുരുഷനായാലും സ്ത്രീ ആയാലും വന്ന് കുളിച്ച് ഈറനോട് നിന്നിട്ട് നഗ്നമാകുന്ന രീതിയിൽ നിന്നാൽ മാത്രമേ ദേവിക്ക് പ്രസാദം വന്നു. ഇതൊക്കെ മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. കാരണം മാനുഷികമാകുന്ന ചിന്താഗതിയിൽ നമുക്കത് ഉൾക്കൊള്ളാം. നമ്മുടെ അമ്മ, പെങ്ങന്മാർ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്കിങ്ങനെയൊന്നും ദേവിമാരെ ഒന്നും പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം അംഗമായി ശരീരത്തിനത് വസ്ത്രമില്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ തെറ്റായ ഒരു കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യങ്ങൾ പലരും വാർത്തയിൽ ചോദിക്കുന്നുണ്ട്, നഖവും മുടി എന്തിനാണെന്ന്. ഇനി അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. നഖവും മുടി എന്ന് പറയുന്ന സാധനം ഇവർ ഈ യാഗപീഠം ഉണ്ടാക്കും. അതായത് കല്ല് കെട്ടി യാഗപീഠം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ മന്ത്രത്തിലുള്ള പല പൊടികളുണ്ട്. പല പൊടികളിട്ട് തീ ഇങ്ങനെ മുകളിലോട്ട് പറക്കുന്നതാകുന്ന പൊടികളുണ്ട്. നായ്ക്കുണ്ണ പൗഡർ, അങ്ങനെയുള്ള മറ്റുള്ള പൗഡറുകളുണ്ട്. ഇതിടുന്ന കൂട്ടത്തിൽ ഈ മുടിയും നഖവും കൂടെ ഈ യാഗത്തിനകത്ത് ഇടും. ഈ കത്തിക്കുന്ന ഇതിനകത്ത് ഈ നഖവും മുടിയും കൂടി ഇടുമ്പോൾ ഇതിനകത്ത് ഈ നഖവും മുടിയും കത്തുന്നതാകുന്ന ദുർഗന്ധം നമുക്ക് ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല. ആ ദുർഗന്ധം മുകളിലേക്ക് വമിക്കുമ്പോഴാണ് അവരുടെ ദേവന്മാരും ദേവിമാരും പ്രസാദിക്കുന്നതെന്ന് പറയുന്നത്. അതിനാണ് നഖവും മുടിയും ഉപയോഗിക്കുന്നത്. അപ്പം ഇത് അറിയാത്ത അനേക വ്യക്തികൾക്ക് അറിയത്തില്ല എന്തിനാണ് നഖവും മുടിയും. പിന്നെ ഈ മൃഗങ്ങളുടെ ഈ നഖങ്ങൾ, പിന്നെ മനുഷ്യൻ്റെ മാംസങ്ങൾ, മൃഗത്തിൻ്റെ മാംസങ്ങൾ, അഴുകിത്തീർന്ന മാംസങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് കൊണ്ടിട്ട് കത്തിക്കാറുണ്ട്. ഈ കത്തിക്കുമ്പോൾ ഇതിനകത്ത് ദുർഗന്ധം വമിക്കും. ഈ ദുർഗന്ധം വമിക്കുന്ന സമയത്താണ് ഈ അവരുടെ ദേവനും ദേവിമാരും പ്രസാദിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാവുന്നൊരു കാര്യം, ഇത് ഈ സാത്താൻ സേവയുടെ ഒരു പ്രവർത്തനങ്ങളാണ്. അതിന് മറ്റൊരു
മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞാൽ ഈ സാത്താൻ ദേവ തുടങ്ങി വെച്ച ഒരു വ്യക്തിയുടെ പേരാണ് ആൻഡോ ലെവിയ എന്ന് പറയുന്ന പുള്ളി അമേരിക്കയിലാണ് ഈ സാത്താൻ സേവ തുടങ്ങി വെച്ചത്. പുള്ളിയുടെ ജനനം ഏപ്രിൽ 11, 1930 പുള്ളി ജനിച്ചത്. പുള്ളി മരിച്ചത് ഒക്ടോബർ 29, 1997 മരിച്ചത്. പുള്ളി തുടങ്ങി വെച്ച ഈ പ്രവർത്തനം അത് ഞാൻ ചിലത് രൂപരേഖ കാണിക്കുന്നേ ഉള്ളെങ്കിലും അത് നിങ്ങൾ ഈ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പുള്ളിയുടെ സകല ചരിത്രങ്ങൾ ഹൈ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ്. ഒരുപാട് കായികമായും മറ്റ് ചരിത്രങ്ങളിലും പുസ്തകങ്ങൾ എഴുതി ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള. പക്ഷേ ഇത് തുടങ്ങി വെച്ച് ലാസ്റ്റ് അവസാനം ഇയാളെ മരിക്കുന്നതിന് മുമ്പേ ഇയാൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം കണ്ട് ആ വെളിച്ചത്തിൻ്റെ പ്രഭ കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞ് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് പുസ്തകങ്ങൾ എഴുതിയിട്ടാണ് പുള്ളി ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടത്. ഞാൻ പറയാം ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാത്താൻ സേവയിൽ ചെയ്യുന്ന നമുക്കറിയാം. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒട്ടുമുക്കാൽ ജില്ലകളിലും ഈ സാത്താൻ സേവയുടെ ആരാധന നടക്കുന്നുണ്ട്. അത് രാത്രി 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നേരം വെളുക്കുന്നതുവരെ ഈ ആരാധന നടക്കും. പക്ഷേ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം അവരുടെ ചർച്ചിനകത്തേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തികൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആലയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ബൈബിൾ, നമ്മുടെ വേദപുസ്തകമാകുന്ന തിരുവചനത്തെ അവരുടെ മുൻപിൽ മലത്തി വെച്ചിട്ട് ആ ബൈബിളിൽ ചവിട്ടിയിട്ട് വേണം അതിനകത്തോട്ട് കയറാൻ. അപ്പോൾ അതിനകത്തോട്ട് കയറി പിന്നെ ആരാധന നടക്കുമ്പോൾ അതിനകത്ത് അരണ്ട വെളിച്ചം മാത്രമേ കാണത്തുള്ളൂ. അരണ്ട വെളിച്ചത്തിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും നൂല് വസ്ത്രങ്ങൾ കാണില്ല. വസ്ത്രം എന്ന് പറയുന്ന സംഭവങ്ങൾ സ്ത്രീകളുടെ മലിന രക്തങ്ങൾ കൊണ്ടുവന്ന് യാഗപീഠത്തിലൊഴിക്കും. അങ്ങനെയുള്ള യാഗങ്ങളും അതിനകത്ത് നടത്താറുണ്ട്. ദുർഗന്ധം വമിക്കും. അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ എല്ലാ മ്ലേച്ഛമാകുന്ന പ്രവൃത്തികൾ അതിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും ചെയ്യും. അതിനകത്ത് പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങൾ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചും സുഖിച്ചും ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടാണ് കൂടി ഇത് ചെയ്തു വെച്ചത്. അപ്പം ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ വളരെ നീചമാകുന്ന പ്രവൃത്തികളാണ് അതിനകത്ത് നടക്കുന്നത്. കാരണം അതിനകത്ത് മറ്റൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് വലിയ ഡ്രാമാസ്കോപ്പ് പരിപാടികളുണ്ട്. കൂടുതലും ഇതിനകത്ത് തുടങ്ങി വെച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ ആൻഡോ ലിവി എന്ന് പറയുന്ന വ്യക്തിയും ഒരു മജീഷ്യനും കൂടെയാണ്. കാരണം ഈ കൂടുതലും ഇതിനകത്ത് കാണിക്കുന്ന മജീഷ്യൻ പരിപാടികളുമുണ്ട്. കാരണം ജനങ്ങളെ ഈ സാത്താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനകത്ത് അവരുടെ ജീവിതത്തെ അതിനകത്ത് അഡിക്റ്റ് ആക്കുകയും അതിനകത്ത് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചിന്താഗതി അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാക്കി കൊടുക്കുക ഒരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി ഇതിനകത്ത് വളരെ മ്ലേച്ഛകരമാകുന്ന ആരാധന നടക്കുന്നു. ഈ മ്ലേച്ഛകരം നടക്കുന്ന സമയത്ത് ഏത് സ്ത്രീകളെ ഏത് പുരുഷനെ അവർക്ക് ഇഷ്ടമുള്ള സ്ത്രീകളുമായി ആ സമയത്ത് ശാരീരികമായി ബന്ധപ്പെടാം. അതിനകത്ത് ആരും നോക്കുന്നില്ല. പലരും അതിനകത്തുള്ളവരെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പ്രായത്തിൽ മൂത്തതായിരിക്കും, അമ്മയുടെ പ്രായമുള്ളവരായിരിക്കും, കൊച്ചു മകൻ്റെ പ്രായമുള്ളവരായിരിക്കും, ആരുമായിരിക്കും, എന്തും ആകാം. പക്ഷേ അത് അവർക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് അങ്ങനെ ശാരീരികമായ ബന്ധം പുലർത്താം. അതിനകത്ത് മദ്യപാനമുണ്ട്, മയക്കുമരുന്ന്. അത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അഡിക്റ്റ് ആക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ സാത്താൻ സേവയിലേക്ക് ഒരുപാട് ഈ വ്യക്തികളെ ഇതിനകത്ത് ആനയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ മയക്കുമരുന്നാണ്. മയക്കുമരുന്നിൻ്റെ ഈ ബന്ധത്തിൽ മാത്രമേ ഈ വ്യക്തികൾക്ക് ഇത് എല്ലാം തെറ്റാണെന്ന് മനസ്സിലാകാതിരിക്കുന്നത്. കാരണം അതിനകത്ത് അവർ കൊടുക്കുന്ന പാനീയത്തിനകത്ത് അതിനകത്ത് കൊടുക്കുന്ന വെള്ളം ആഹാര സാധനങ്ങൾക്കകത്ത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ വരെ തയ്യാറാക്കുന്നത്. അപ്പോൾ കാരണം ഇത് കഴിച്ചു കഴിയുമ്പോൾ കാരണം ശരീരത്തിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, എന്ത് വൃത്തികേടാണ് ചെയ്യുന്നതെന്നോ നമ്മുടെ വസ്ത്രം മാറിപ്പോയെന്നോ അല്ല നമ്മൾ ഇന്നൊരാൾ ഉപയോഗിക്കുന്നതെന്നോ അതൊന്നും അതിനകത്ത് ചിന്തിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഓർക്കാൻ പോലും അതിനുള്ള സുബോധം പോലും കാണില്ല. അത്രമാത്രം അഡിക്റ്റ് ആക്കിയാണ് ഈ ആരാധന നടത്തുന്നത്. ഇതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ മക്കളെ അല്ലെ ദൈവം ആഗ്രഹിക്കുന്ന മക്കളെ, നല്ലതായി കുടുംബപരമായി ജീവിക്കുന്നവരെ, സമൂഹത്തിന് നല്ല മാന്യമായി ജീവിക്കുന്നവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ, തലമുറകളെ നശിപ്പിക്കുവാനും. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയുമ്പോൾ ഇതിനകത്ത് വേൾഡ് രാജ്യങ്ങൾക്കും ഇതിനകത്ത് വളരെ കയ്യൊപ്പുണ്ട്. ഈ സാത്താനെ ആരാധനയിൽ അവർക്കും പങ്കുണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് നമുക്കെന്നറിയാം. നമ്മുടെ ഈ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഏറ്റവും കൂടുതൽ വിദേശ മദ്യം ഒഴുകുന്നു നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യയുടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ഇന്ത്യയുടെ ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യനെ എങ്ങനെയെങ്കിലും തകർത്തു കളയണമെങ്കിൽ എന്ത് ചെയ്യണം? തലമുറകളെ നശിപ്പിക്കണം. തലമുറകളെ നശിപ്പിച്ചാൽ മാത്രമേ ഇത്
ഇത് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം ഒരു പുരുഷൻ വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങളായാൽ 10 പുരുഷൻ കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളാകുമ്പോൾ 200 കുഞ്ഞുങ്ങൾ. അപ്പോൾ അങ്ങനെ തലമുറകൾ കൂടി വരും. എന്നാൽ എന്ത് ചെയ്യുന്നു, ഈ തലമുറ ജനിക്കുമ്പോൾ അവരങ്ങനെ പെറ്റുപെരുകി ജനസംഖ്യ കൂടുമ്പോൾ എന്ത് ചെയ്തു, ഇന്ത്യ 1-ാം സ്ഥാനത്ത് തന്നെ തുടരാൻ തുടങ്ങും. അപ്പോൾ ഇവർ ഇതിനെ കണ്ടുപിടിച്ച ഒറ്റ ഒരു മാർഗ്ഗം ഇത്രയേ ഉള്ളൂ. ചൈനക്കാരും മറ്റു രാജ്യക്കാരും കണ്ടുപിടിച്ച ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഇവരെ എന്ത് ചെയ്യണം, തലമുറകളെ നശിപ്പിക്കണം എന്ത് ചെയ്യണം, മദ്യപാനം, മയക്കുമരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം നമുക്കറിയാവുന്ന ഈ അടുത്ത ഇടയ്ക്ക് ഒരു 2 കൊല്ലത്തിന് മുൻപേ ആണ് ഈ ഒരു ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ മറ്റു രാജ്യത്തേക്കാൾ ജനസംഖ്യ കൂടുതൽ നിൽക്കുന്നു എന്നുള്ളത് കാണിച്ചത്. അന്ന് മുതൽ നിങ്ങളൊന്ന് കണക്ക് നോക്കിയാൽ, പത്രമാധ്യമത്തിൽ വായിച്ച് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടു പോകുന്ന 20 വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങളാണ്. കാരണം എന്ത് പറ്റി? കാരണം ഇന്ന് നമുക്കറിയാം, ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഞങ്ങൾ കണ്ട് ആ കുഞ്ഞിനോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് പറയാം, അവൻ മയക്കുമരുന്ന് അടിമപ്പെട്ട് ലാസ്റ്റ് അതിന് വിമോചനം പ്രാപിച്ച് എഡിറ്റർ സെൻറ്ററിൽ ചെന്ന് അവൻ്റെ വിമോചനം പ്രാപിച്ചോ വന്ന പയ്യന് അവനെ ആദ്യം കാണുമ്പോൾ അവനൊരു മുട്ടായിയോ ഒരു ബിസ്ക്കറ്റോ ലേബലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാധനങ്ങളാണ് എനിക്ക് കൊടുക്കുന്നത്, നാക്കിൽ അടി വെക്കുന്ന സ്റ്റിക്കറോ എന്തൊക്കെയായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇത് കൊടുത്ത് ഇവനെ ആദ്യം കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്. ഇത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവൻ ഇതിനകത്ത് അഡിക്റ്റായി കഴിയുമ്പോൾ ഇവനോട് പറയും, ഇനിയും 1 ഗ്രാം നിനക്ക് തരുമ്പോൾ നീ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ 1000 രൂപ തരണം, അല്ലെങ്കിൽ 10,000 തരണം, അല്ലെങ്കിൽ 20,000 തരണം. ഇതില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ഏതെങ്കിലും വാഹനങ്ങൾ മോഷ്ടിക്കണം. അപ്പം എന്താണ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാക്കുക, 1 ഗ്രാം കഞ്ചാവിന് വേണ്ടി 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരുന്ന ബൈക്കുകളാണ് ഇവർ രാത്രി കാലങ്ങളിൽ മോഷ്ടിച്ച് കൊടുക്കുന്നത്. അവർക്ക് ആകെപ്പാട് കിട്ടുന്നത് ഇതിനകത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ അവർക്ക് 1 ഗ്രാം കഞ്ചാവാണ്. ആ 1 ഗ്രാം കഞ്ചാവ് ഇവർ വാങ്ങിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപയുള്ള ബൈക്കുകളും കാറുകളും മോഷ്ടിച്ച് ഇവർ കൊടുക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന പിൻഗാമികൾ കോടികൾ സമ്പാദിക്കുകയാണ്. ഈ മദ്യമയത്തിൽ കൂടെ, മയക്കുമരുന്നിൽ കൂടെ ഇവർ നല്ല കോടികൾ സമ്പാദിക്കണം. കാരണം ഇത്രയേ ഉള്ളൂ കാര്യം, അവരുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. അത് നമ്മുടെ കേരളത്തിലെ ഒരൊറ്റ ഭരണകർത്താക്കൾക്കും അറിയില്ല. കാരണം എന്തിനാണ് നമുക്ക് വിദേശത്തു നിന്നുള്ള മദ്യം വില കുറച്ചും കടവായിട്ട് നമുക്ക് തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറയെ ഉന്മൂലനാശം വരുത്താനാണെന്ന് നമ്മുടെ കേരളത്തെ ഭരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ ഭരിക്കുന്ന ഒരൊറ്റ വ്യക്തികൾക്കും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവമായ തെളിവുകൾ. കാരണം അവരുടെ വിചാരം നമുക്ക് പണം ഉണ്ടാക്കാമെന്ന. ഇവർ ചിന്തിച്ച് നോക്കണം, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അപ്പൻ നമുക്ക് ചാരായം വാങ്ങിച്ചു തന്നാൽ നമ്മുടെ തലമുറ നശിക്കുകയാണോ ഗുണപ്പെടുകയാണോ? അതൊരു മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളെ ഭരിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി ആകട്ടെ, മുഖ്യമന്ത്രിമാരാകട്ടെ, അതിൻ്റെ ഏതെല്ലാം വ്യക്തികളാകട്ടെ, അവർ കൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ തലമുറയിൽ നിന്ന് ആ ചാരായം കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യ നശിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇവർക്കില്ലേ? അപ്പം ഇത്രമാത്രം അവർ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നമ്മുടെ ഇന്ത്യനെ തകർത്തു തരിപ്പണമാക്കാൻ വേണ്ടി എത്രമാത്രം വില കുറച്ചോ, എത്രമാത്രം നൈസായിട്ടും പല രീതിയിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് മദ്യവും മയക്കുമരുന്നും MDMA പോലുള്ള മാരകമാകുന്ന വിഷപദാർത്ഥങ്ങൾ ഇന്ത്യയിൽ കടത്തിവിടാൻ പറ്റുന്നതിന് അതിന് വേണ്ടതാകുന്ന സപ്പോർട്ടുകൾ മറ്റ് വേൾഡ് രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയേ ഉള്ളൂ കാര്യം, നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യയിൽ നിന്ന് നമ്മളെ പിന്തള്ളും. കാരണം 7-ാമത്തെയോ 8-ാമത്തെയോ സ്ഥാനത്ത് നിന്ന വ്യക്തികൾ ഇന്ത്യ എന്ന രാജ്യത്തെ കയറി ഇപ്പോൾ 1-ാം സ്ഥാനത്തിലേക്ക് വന്നു. അപ്പോൾ 1-ാം സ്ഥാനത്തിലേക്ക് വന്നപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇതിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന കൂട്ടൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തിന് ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റേതാകുന്ന പോലീസുകാരാകട്ടെ, പട്ടാളക്കാരാകട്ടെ, പല ആൾക്കാരും കൂടും. അപ്പോൾ ഒരിക്കലും ജനസാന്ദ്രതയുള്ള ഈ ഒരു ഇന്ത്യനെ തകർക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം ആയുധ ശേഖരണങ്ങൾ ഇന്ത്യക്കകത്ത് നമ്മൾ സംരക്ഷിക്കും. കാരണം നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ ഇന്ത്യയുടെ സംരക്ഷണത്തിന് വേണ്ടി അതിന് വേണ്ടുന്ന പട്ടാളക്കാരെ, അതിന് വേണ്ടതാകുന്ന മിലിറ്ററി ഉദ്യോഗസ്ഥർ, അത് അങ്ങനെ പല ആൾക്കാരെ നമ്മൾ സജ്ജമാക്കും. അപ്പോൾ എന്തിനാണ്? കാരണം നമുക്ക് കാഴ്ചപ്പാടുള്ളത് കൊണ്ട് നമ്മുടെ ഇന്ത്യനെ നിലനിർത്താൻ തക്കവാണ് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ തലമുറയെ തന്നെ തലമുറ നശിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, തലമുറ നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ടാകുന്നത്? കാരണം നമ്മുടെ ജനസംഖ്യകൾ കുറയും. കാരണം 10 പുരുഷന്മാരിൽ നിന്ന് ജനിക്കേണ്ട 200 കുഞ്ഞുങ്ങളില്ലാതെ പോയാൽ തീർന്നില്ലേ? അങ്ങനെ ഒരു 1000 കുഞ്ഞുങ്ങളാകുമ്പോഴും അങ്ങനെ ഓരോരോ തലമുറയിൽ നിന്ന് ഓരോ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം അവർ ചെയ്തു കൊടുക്കുന്ന പദ്ധതികൾ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ശക്തിയേറി പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ സാത്താൻ സേവകളാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ, ഇതിനാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും ഈ സാത്താൻ സേവ നടക്കുന്നത്. നമ്മുടെ ഇവിടെ കോവളത്ത് വരെ ഇവിടെ നടക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം, ഞാനത് കണ്ടിട്ടുമുണ്ട്, അതിൻ്റെ ഫ്രണ്ട് വശം ഞാൻ പോയിട്ടുമുണ്ട്. ആ സാത്താൻ സേവ നടക്കുന്ന അവിടെ പല രൂപങ്ങളും വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ ഞാൻ പുറത്ത് പറയുന്നില്ലെങ്കിലും, കാരണം അത് ആർക്കും അധികാരം
ഒന്നും ചെയ്യാൻ കഴിയില്ല. അധികാരികൾക്കൊന്നും ചെയ്യാൻ, കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ഫിനാൻസിൻ്റെ പരിപാടികളുമുണ്ട്. കാരണം ഇതൊക്കെ അവരുടെയൊക്കെ പോക്കറ്റുകൾ പണങ്ങൾ വന്ന് വീഴുമ്പോൾ അവർക്കതൊന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയെ ഒറ്റ കൊടുത്താലും വേണ്ടില്ല, നമ്മുടെ നമുക്ക് പണം കിട്ടിയാൽ മതി. അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഇന്ത്യക്കാർക്കുള്ളൊരു കുഴപ്പം. കാരണം നമ്മുടെ രാജ്യത്തെ തച്ചുടച്ചാലും വേണ്ടില്ല, നമുക്ക് പണം കിട്ടണം. ഇനി ഇന്ത്യ നശിച്ചാലും വേണ്ട, ബോംബിട്ട് തകർത്താലും വേണ്ട, എനിക്കും എൻ്റെ കുഞ്ഞുമക്കും എൻ്റെ ഭാര്യയ്ക്കും ജീവിക്കണം. ആ ഒരു ഒറ്റ ചിന്താഗതി, ആ ഒരു കാൽക്കുലേഷൻ, ആ ഒരു മനോഭാവത്താണ് പലരും നമ്മുടെ ഇന്ത്യക്കകത്ത് ജീവിക്കുന്നത്. ആ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാഷ്ട്രമാണെന്നും അത് നമുക്ക് ഇതിനെ നിലനിർത്തേണ്ടതാണെന്നും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നിലനിൽക്കേണ്ടതാണെന്നും അങ്ങനെയുള്ള ചിന്തയൊന്നും അവർക്കില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യ വിസർജനങ്ങൾ നടക്കുന്നത്. കാരണം എന്താണ് മാലിന്യ വിസർജനം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ നമുക്ക് ഈ കേരളത്തിനകത്ത് നമ്മുടെ പൊതു നിരത്തുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാവുന്ന കാര്യമുണ്ട്. നമ്മുടെ ഈ കേരളത്തിനകത്ത് ഓരോ ഭവനത്തിൽ നിന്നും കൊണ്ടുവരുന്നതാകുന്ന മാലിന്യങ്ങൾ കാറിനകത്തും ബൈക്കിനകത്തും കൊണ്ടുവന്ന് റോഡുകളിലിറക്കുക. നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ ഇത്രയും നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി, ഈ രോഗം അവരുടെ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നോ മാംസത്തിൽ നിന്നോ മറ്റു ജീവജാലങ്ങളിൽ നിന്നോ ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഈ വേസ്റ്റിനകത്തു നിന്ന് കൊതുക് മറ്റുള്ളതാകുന്ന ജൈവന്യ രോഗങ്ങൾ പെരുകി ഇത് മനുഷ്യർക്ക് ഒരാൾക്ക് ബാധിക്കുമ്പോൾ പലർക്കും ബാധിച്ച് കേരളത്തിൻ്റെ ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഇത് ബാധിച്ച് എല്ലാവരും രോഗികളായി തീരുമെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒന്നുമില്ല. കാരണം നമ്മുടെ പറമ്പിൽ കിടക്കുന്ന വേസ്റ്റിനെ മറ്റൊരു പറമ്പിലേക്ക് എറിയുക, നമ്മുടെ പറമ്പിൽ കിടക്കുന്ന വേസ്റ്റുകളും മറ്റു ദുർഗന്ധം എല്ലാവരും റോഡുകളിൽ കൊണ്ടിടുക. അപ്പോൾ ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരുടെയും ചിന്ത, കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള പലരുടെയും ചിന്ത, ഇന്ത്യയിലെ കേരളത്തിലുള്ളവർ മാത്രമാണ് ഈ ചിന്താഗതി. കാരണം റോഡെന്ന് പറഞ്ഞാൽ മാലിന്യം കൊണ്ടിടാനുള്ള സ്ഥലമാണെന്നാണ് ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു ചിന്താഗതി. കാരണം ഇനി എത്ര വിദ്യാഭ്യാസമുള്ളത്, എത്ര എഡ്യൂക്കേഷൻ ഉള്ളവരായിട്ട്, എത്ര പരിജ്ഞാനമുള്ളവരായിക്കോട്ടെ, അവരൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകളിലുണ്ടാക്കുന്ന കോഴിയുടെ വേസ്റ്റ്, മീൻ വേസ്റ്റ്, അങ്ങനെയുള്ള പല വേസ്റ്റുകൾ, ആഹാര വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ചാക്കി കെട്ടി റോഡിൽ കൊണ്ടിടുക. ഈ റോഡിൽ കൊണ്ടിടുന്നതിനെ പട്ടിയും പൂച്ചകളും മറ്റും കാക്കകുഞ്ഞുങ്ങളും കൊത്തിയും കീറിയും കടിച്ച് കീറി അവിടെ ഇട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തും നമുക്കിത് ശ്വസിക്കേണ്ടി വരും. ഈ ശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പല നമ്മൾ പോലും കാണാത്ത മാരകമാകുന്ന രോഗം നമുക്ക് വരാറുണ്ട്. അങ്ങനെ ക്യാൻസർ രോഗം, ബ്രെയിൻ ട്യൂമർ, മറ്റ് ബോൺ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ എന്ന് വേണ്ട ഒട്ടുമുക്കാൽ രോഗങ്ങൾ, എലിപ്പനി, ഡെങ്കിപ്പനി, അങ്ങനെ ഒട്ടുമുക്കാൽ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ കടന്നു വരും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ബോധ്യം ഉള്ളതാണ്. ഒത്തിരി ഡോക്ടർമാർ ഇത് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ എങ്കിലും നമ്മളത് ചെയ്യും. കാരണം നമ്മുടെ ഒരു സ്വഭാവം അതാണല്ലോ. കാരണം ഈ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ മാലിന്യങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എൻ്റെ വീട്ടിലിരിക്കുന്ന മാലിന്യങ്ങൾ ഞാൻ അപ്പുറത്തെ വീട്ടിലിട്ടാൽ അപ്പുറത്തെ വീട്ടുകൾക്ക് രോഗം വരും. ഓക്കെ, ആ രോഗം പകർച്ചവ്യാധിയായി കാറ്റിൽ കൂടെ, പ്രപഞ്ചത്തിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ വരും. കാരണം ഒരു അണുവിനൊരു ശരീരത്തിലേക്ക് കടക്കാൻ വലിയ താമസമൊന്നുമില്ല. നമുക്കറിയാം ഇവിടെ കൊറോണ വന്നപ്പോൾ എല്ലാവരും മാസ്ക് കെട്ടിക്കൊണ്ട് നടന്ന്. വാസ്തവത്തിൽ ഇവിടെ നമുക്കറിയാം, വൈദ്യശാസ്ത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു, ഒരു കൊറോണ എന്ന് പറയുന്ന അതിലൊരു ഒരു വൈറസ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കടക്കണമെങ്കിൽ ചെവി കൂടെ വായി കൂടെ ആണോ? ആ മാസ്ക് കിട്ടിയാൽ ശരീരത്തിൽ കയറത്തില്ലേ? കൊറോണ എന്ന മഹാവ്യാധി കയറത്തില്ലേ? കയറും. കാരണം കയറുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം. അത് വൈദ്യശാസ്ത്രം നന്നായി അറിയാവുന്നൊരു കാര്യമാണ് ഞാനത് പറയുന്ന കാര്യം. കാരണം ഒരു ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളും, ഡെങ്കിപ്പനിയായാലും എലിപ്പനിയായാലും എല്ലാ ശരീരത്തിനകത്ത് കടക്കുന്ന രോമക്കുഴിയിൽ കൂടെയാണ്. ആ രോമക്കുഴിയിൽ കൂടെ കയറക്കണമെങ്കിൽ ഒരു 40 വൈറസ് ഒരുമിച്ച് കയറാനുള്ള കുഴിയുടെ ദ്വാരം നമ്മുടെ രോമക്കുഴിക്കകത്തുണ്ട്. അത് വീർക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് വീർപ്പ് തുള്ളികൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ രോമക്കുഴിക്ക് രോമം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ, ചാലുകളിലും മറ്റു ഇടങ്ങളിൽ തൊഴിലുറപ്പ് പോലുള്ള സ്ത്രീകൾ എവിടെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എലിപ്പനി, ഡെങ്കിപ്പനി, മറ്റുള്ള വൈറസ് പനികൾ നമ്മുടെ ശരീരത്തിനകത്ത് അല്പം മുറിവോ അല്ലെങ്കിൽ രോമക്കുഴിക്കകത്തൂടെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഒരു മാസ്ക് കെട്ടിയോണ്ടോ ചെവി മൂടി വെച്ചുകൊണ്ടോ നമ്മുടെ ശരീരം മുഴുവൻ വെച്ചതുകൊണ്ടോ ഒന്നും ആകത്തില്ല. അപ്പം ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കടക്കണമെങ്കിൽ ചെറിയൊരു രോമക്കുഴി മാത്രം മതി. അതിനകത്ത് 1000കണക്കിന് വൈറസിന് കയറാനുള്ള ദ്വാരം നമ്മുടെ ശരീരത്തിൻ്റെ രോമക്കുഴിക്കകത്തുണ്ട്. പക്ഷേ നമ്മളിത് മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മൾ കുറേ മാലിന്യം വാരി എറിഞ്ഞിട്ട് മാസ്കും കെട്ടിക്കൊണ്ടുവന്നാൽ വല്ല കാര്യമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം രോമക്കുഴികളുണ്ട്. ആ രോമക്കുഴിയിൽ കൂടെ നമ്മുടെ ശരീരത്തിനകത്ത് വൈറസ് കടക്കും. വൈറസ് കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരം, നമുക്കറിയാം, 250 ഗ്രാം പോലും വരാത്ത ഈ കൊറോണ എന്ന വൈറസാണ് ഈ ലോകം മുഴുവൻ കീഴടക്കിയത്.
സകലതും അതിൻ്റെ കാച്ചവിട്ടാക്കി. അപ്പം നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ സുരക്ഷിതത്വം കാണിക്കുക, നമ്മുടെ കേരളത്തെ, നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ചെയ്യട്ടെ, എനിക്ക് ചെയ്യാൻ വയ്യ, അവൻ ചെയ്യട്ടെ എന്നല്ല, നമ്മൾ ചെയ്യണം. ഗാന്ധിജി എന്താ നമ്മളെ പഠിപ്പിച്ചത്? കാരണം ഗാന്ധിജി ഒരിടത്ത് ഉപ്പ് സൽക്കാരത്തിന് പോകുന്ന സമയത്ത് ആ ദേശത്ത് ചെന്നപ്പോൾ, ആ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, അവർ ഒരു ഗ്രാമത്തിൽ പാർക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ അന്ന് അവർക്ക് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ നോക്കുമ്പോൾ 3-4 ബാത്റൂമുണ്ട്. പക്ഷേ ഈ ബാത്റൂമിനകത്ത് നോക്കുമ്പോൾ ബാത്റൂമിനകത്ത് ഒരിക്കലും വിസർജനം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, നോക്കുമ്പോൾ മലിനം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. എന്ത് ചെയ്യാൻ? അത് തൂത്തുവാരാനോ കഴുകാനോ വെള്ളം ഒഴിക്കാനോ ആരുമില്ല. അപ്പോൾ ഗ്രാമവാസികൾക്ക് അങ്ങനെ അറിയത്തുമില്ല. എന്ത് ചെയ്ത് ഗാന്ധിജി എന്ത് ചെയ്ത് നോക്കിയപ്പോൾ ഒരിക്കലും പോകാൻ പറ്റില്ല. ഗാന്ധിജി ചെന്ന് ഒരു ചൂലും എടുത്ത് ഒരു ബക്കറ്റും എടുത്ത് ഒരു കപ്പും എടുത്തുകൊണ്ട് ചെന്ന് എന്ത് ചെയ്തു? ഈ ഗാന്ധിജി തന്നെ ഓരോ ബാത്റൂം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ക്ലീൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഗാന്ധിജിയുടെ കൂടെ പോയ സഹോദരങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? നോക്കുമ്പോൾ ഗാന്ധിജി ബാത്റൂം ക്ലീൻ ചെയ്യുന്ന കണ്ടപ്പോൾ ഇവരും ചെയ്യുന്നതെന്ന് ബക്കറ്റും ചൂലും എടുത്തുകൊണ്ട് ക്ലീൻ ചെയ്ത്, അങ്ങനെ ആ ഗ്രാമവാസികൾ മൊത്തം എന്ത് ചെയ്തെന്നറിയാമോ? അവരോട് ചേർന്ന് നിന്ന് ആ ഗ്രാമം മുതൽ ശുചിത്വത്തിലേക്ക് വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം, നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ആദ്യം ചെയ്യുക. അത് മറ്റുള്ളവർ കണ്ടുപഠിക്കട്ടെ, മറ്റുള്ളവർക്ക് അത് മാതൃക. അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്നല്ല, നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്, സമൂഹത്തിനോട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, സമൂഹത്തിന് വിലപ്പെട്ടാകുന്ന കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്, അത് നമുക്കും പ്രയോജനം, നമുക്കും ആരോഗ്യമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാം, അവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാം. അവൻ്റെ ആരോഗ്യം പോയാലും വേണ്ടില്ല, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, അവന് വരുന്ന മാരകമാകുന്ന രോഗത്തിൻ്റെ ഒരു അണു നമ്മുടെ ശരീരത്തിലും വരും. കാരണം പ്രപഞ്ചത്തിലും വായുവിൽ കൂടെ സഞ്ചരിച്ച് നടക്കുന്ന ഒരു വസ്തുവാണ് ഈ അണുബാധ എന്ന് പറയുന്നത്. അത് ആ വൈറസ് എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും സഞ്ചരിക്കും. ഇനിയിപ്പോൾ ഇവിടെ വേലി കെട്ടിയോണ്ട് എൻ്റെ വീട്ടിൽ വരരുതെന്ന് പറഞ്ഞ് വേലി കെട്ടിയാലോ അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചാലോ അത് വരത്തില്ല, അത് വരും. മനുഷ്യൻ എവിടെയൊക്കെ പാർക്കുന്നു, അവൻ എവിടെയൊക്കെ വായിക്കുന്നു, മനുഷ്യൻ ജീവജാലങ്ങൾ എവിടെയൊക്കെ പാർക്കുന്നു, അതിൻ്റെയൊക്കെ ശരീരത്തിനകത്ത് ഈ മാരകമാകുന്ന ഈ വൈറസ് കടന്നു ചെന്നിരിക്കും. അത് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള മാലിന്യങ്ങളെ സംസ്കരിക്കാനുള്ള എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാക്കും. ഒരു വീപ്പ വാങ്ങിച്ച് വെച്ച് അതിനകത്ത് വേണ്ട കത്തിച്ചിറക്കി കളയാം. അതല്ലെങ്കിൽ ഈ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ചിക്കൻ്റെ വേസ്റ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ കുഴിയെടുത്തിട്ട് ഒരു 1.5 മീറ്റർ 2 മീറ്റർ താഴ്ചയിലൊരു കുഴിയെടുത്തിട്ട് എന്തെങ്കിലും മറ്റും മത്സ്യങ്ങളെ വളർത്തി, മുഷി പോലുള്ള മത്സ്യങ്ങളെ വളർത്തിയിട്ട് അതിനകത്തിട്ട് കൊടു. അത് കഴിക്കും. ആ മാലിന്യം നഷ്ടം അതോടെ അങ്ങ് തീരുമല്ലോ. ചോറ് സാധനങ്ങളും മറ്റ് സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ കഴിക്കാനുള്ള ആ മാംസങ്ങളും മത്സ്യത്തെ നിങ്ങൾക്ക് കിട്ടുമല്ലോ, പോട്ടെ. അതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തെങ്ങുണ്ടോ, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന കോഴിയുടെ വേസ്റ്റുകളോ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ വേസ്റ്റുകളോ നിങ്ങൾ തെങ്ങിൻ്റെ വളപ്പിനകത്ത് കുഴിച്ചിടുക. അത് നിങ്ങളുടെ ജീവിതത്തിന് ആ തെങ്ങിനകത്ത് നല്ല കാഫലം ഉണ്ടാകും. അപ്പം നമ്മുടെ സസ്യങ്ങൾക്ക് അത് ഗുണമാകും. എന്തിനെ പരിസരത്ത് കൊണ്ട് എറിഞ്ഞ് അത് മറ്റുള്ളവർക്ക് ദോഷമായി രോഗമാക്കി അത് നമുക്കും വീണ്ടും രോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന എന്തിനാ? നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്കൊരു കുഴിയെടുക്കും, വീട് സ്ഥലമില്ലേ, ഒരു വീപ്പയ്ക്കകത്ത് വെച്ച് കഴിക്കുക. അല്ലെ നമുക്ക് എത്രയോ ടെറസിനകത്ത് നമുക്കറിയാം, എത്രയോ ടെറസിൻ്റെ മുകളിൽ ടാങ്ക് കെട്ടി മീൻ വളർത്തുന്നുണ്ട് ആൾക്കാർ. കാശുള്ള വ്യക്തികൾ, ജ്ഞാനം ഉള്ളവർ വ്യക്തി വരുന്ന അവരുടെ വീട്ടിൽ വരുന്ന കോഴി വേസ്റ്റ് ആകട്ടെ മറ്റ് ആഹാര വേസ്റ്റുകളാകട്ടെ ആ ടാങ്കിനകത്ത് കൊണ്ടിട്ടുമ്പോൾ അത് മുഷിയും മറ്റും മത്സ്യങ്ങൾ അതങ്ങ് കഴിക്കും. അത് കഴിച്ചുമ്പോൾ മാലിന്യം അതോട് തീരുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുക. നമ്മൾ പൊതുജനത്തെ ദോഷം ചെയ്യാതെ, പൊതുജനത്തെ നശിപ്പിച്ച് കളയാതെ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മളൊന്ന് ക്രമപ്പെടുക. നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾ വളരെ ദോഷകരമാണ്. ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എത്ര രൂപയാണ് ഓരോ ദിവസവും നമ്മൾ ഡോക്ടർമാർക്ക് കൊണ്ട് കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു ശാരീരിക അസ്വസ്ഥതകളോ രോഗങ്ങൾ വന്നാൽ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ നമ്മൾ വീടില്ല. അവർക്ക് കഴിയുന്നതല്ല സകല ടെസ്റ്റുകൾ നടത്തും. ഒരു ലാസ്റ്റ് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ലക്ഷക്കണക്കിന് രൂപയും 1000കണക്കിന് രൂപയും നഷ്ടപ്പെടുത്തി ടെസ്റ്റെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. എന്തിനാണ് ഈ വയ്യാവിലി പോകുന്നത്? കാരണം നമ്മുടെ ശരീരത്തിൽ വരുന്ന വൈറസ് രോഗങ്ങളെ തടയേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഓരോ ദിവസവും മനുഷ്യൻ ശരീരത്തെ ശുദ്ധി വരുത്തണം, മനസ്സിനെ ശുദ്ധി വരുത്തണം, ദേശത്തെ ശുദ്ധി വരുത്തണം, നമ്മുടെ ഭവനത്തെ ശുദ്ധി വരുത്തണം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മളൊന്ന് ക്രമീകരിച്ച് നോക്കിയേ. അതിനൊക്കെയാണ് ദൈവം ബുദ്ധിയും ജ്ഞാനവും മനുഷ്യൻ തന്നിരിക്കുന്നത്. അത് വിനോദിക്കാതെ അത് ദുർമാർഗ്ഗ പ്രവൃത്തികൾ കൊണ്ട് ലാഭിഷായിട്ട് ഈ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ഹിതമല്ലാത്തതാകുന്ന അല്ല മറ്റുള്ളവർക്ക് ദോഷകരമാകുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കല്. ദയവ് ചെയ്ത് ഞാൻ അപേക്ഷിക്കുന്നു, കാല് പിടിച്ച് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത്. അതുപോലെ തന്നെ സാത്താൻ സേവയിൽ നിന്ന് നിങ്ങൾ ഇതിനകത്ത് ചെയ്യുന്ന ഓരോ വിഹിതമല്ലാത്ത പ്രവൃത്തികൾ ഇതിനകത്ത് അഡിക്റ്റാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇനിയും അനേക വ്യക്തിജീവിത പ്രജിജ്ഞയെ പോലെ അനേക വ്യക്തിജീവിതങ്ങളെ എഴുന്നേക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ ക്രമീകരിക്കുക, നമ്മുടെ ജീവിതത്തെ ഇതിനെ എങ്ങനെയെങ്കിലും ഈ കാളകൂട വിഷത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എടുത്തു മാറ്റാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. അതിനായി നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമയക്കുറവല്ല എൻ്റെ വാക്കിനെ വിരമിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.